വിശ്വസിക്കുമെന്നറിയില്ല. നിങ്ങളിന്ന് ആയിരിക്കുന്ന സിറ്റുവേഷൻ ദൈവം അറിയാതെ അല്ല. മാത്രമല്ല, ഇതിനു മുമ്പ് നിങ്ങൾ പോയ പാതകൾ, കണ്ണുനീരിൻ്റെ ട്രാക്ക്, ഇരുണ്ട കാലഘട്ടങ്ങൾ, തുരങ്കത്തിലൂടെ പോയതുപോലുള്ള അവസ്ഥകൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതൊക്കെ ദൈവം നിങ്ങളിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി ദൈവം കൂടി വ്യാപരിപ്പിക്കും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും വീണ്ടും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എസ്പെഷ്യലി കൺസിസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് കാണുന്ന ഓരോ വ്യക്തികളും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും കൺസിസ്റ്റൻ്റായി നോട്ട് ചെയ്തുന്ന പല വ്യക്തികളും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. 1 മിനിറ്റിൻ്റെ അടിയിലുള്ള വീഡിയോകൾ, ഓഡിയോ നോട്ട്സ് പലരും ബ്ലെസ്സിങ്ങിലൂടെ വാട്സാപ്പിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഞങ്ങൾ കേൾക്കുന്നു, പരസ്പരം എൻകറേജ്ഡ് ആകുന്നു. അപ്പോൾ തന്നെ അടുത്ത മോർണിംഗ് ഗ്ലോറിയിൽ ഇനി എന്ത് എന്നുള്ള പല കാര്യങ്ങൾക്കുള്ള ഒരു ചില സജഷൻസ് പലരും അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബട്ട് ഇതിലൂടെ എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയത്, പലവരും മോർണിംഗ് ഗ്ലോറി നോട്ട്സ് കൺസിസ്റ്റൻ്റായിട്ട് എഴുതുന്നു. ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ഈ ഡയറിയിൽ, ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ എന്ന ഈ ഡയറിയിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് എഴുതുന്നു. സോ കീപ്പ് ഇറ്റ് അപ്പ്. ഇതുപോലെ പലവർക്കും ഈ വർഷം അവസാനമാകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കൃപ കർത്താവ് അതിനു വേണ്ടി നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ് ഉള്ളത്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി ഞങ്ങൾ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരിയറിൽ കർത്താവെ, അപ്പോൾ തന്നെ ഉന്നത പഠനത്തിലും കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഗൈഡൻസ് ഉണ്ടാകട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ശരിയായിട്ടുള്ള ദിശയിലേക്ക് കർത്താവെ അങ്ങ് നയിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആ മകൻ്റെ സകല പോരാട്ടങ്ങളെയും, അപ്പോൾ തന്നെ മകൻ ഫേസ് ചെയ്യുന്ന സകല ബുദ്ധിമുട്ടുകളെയും യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഓവർകം ചെയ്യണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ ആ മകൻ്റെ മനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതകരമായ കർത്താവ് മകനെ വിടുവിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങളിലേക്ക് കർത്താവ് അങ്ങ് നയിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് സന്ധ്യ അശോക് എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്ത ഒരു സ്പോൺസർ. ഇന്ന് മകൻ അരുണിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അരുൺ ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ കർത്താവെ സകല അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവെ മറുപടികൾ നൽകണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കൊച്ചുമകൾ അർപ്പിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ വളരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി നൽകണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. കർത്താവ് ഇന്നത്തെ സ്പോൺസേഴ്സിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിൽ കാണുന്ന ആർക്കെങ്കിലും TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലുള്ള നമ്പർ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും സ്പോൺസർ ചെയ്യാൻ സാധിക്കും. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ബുക്സ് എടുക്കാം, പേനകൾ എടുക്കാം, നമുക്ക് ഒരുമിച്ച് നോട്ട്സ് എഴുതാൻ തയ്യാറെടുക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഹൃദയങ്ങളെ തുറക്കുക, നമുക്ക് ഒരുമിച്ച് വചന സന്ദേശം കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 10 ഫ്രൈഡേ അല്ലേ? ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡയറിയിലൊന്ന് നോക്കിയേ. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഫലം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി സീരീസായി എനിക്കൊന്ന് കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ മോർണിംഗ് ഗ്ലോറിയിൽ പഠിച്ചു. അത് കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ മോർണിംഗ് ഗ്ലോറികൾ ഒന്ന് സെർച്ച് ചെയ്ത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ബ്ലെസ്സിങ് ടുഡേ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ആയിരുന്നോ? അല്ലെങ്കിൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, സ്ക്രീനിൽ കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടും. എങ്കിലും ഇന്നത്തെ ഒരു ദിവസം നമ്മളൊന്ന് അതിനെക്കുറിച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ അതിൻ്റെ മലയാളം ആത്മാവിൻ്റെ ഫലം എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ
ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നിങ്ങളുടെ അറ്റൻഡൻസാണ്, രണ്ട് എനിക്കത് വേണം എന്നുള്ള നമ്മുടെ അകത്തുള്ളൊരു തൃഷ്ണയുടെ ഒരു പ്രദർശനം കൂടിയാണ്. ഐ വാണ്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഗലാത്യ ലേഖനം 5:22-23 ആ ഭാഗങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. ഗലേഷ്യൻസ് 5:22-23. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, ജോയ്, പീസ്, ഫോർബെയറൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. അല്ലേ? ആത്മാവിൻ്റെ ഫലമോ സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധം ഒരു ന്യായപ്രമാണമില്ല എന്ന് അവിടെ എഴുതിയിരിക്കും. നമ്മുടെ എല്ലാവരുടെ അകത്ത് വിളഞ്ഞു വരേണ്ട വിള, ക്രോപ്പ്, ഫ്രൂട്ട് ആണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഫലം. എന്ത് കൃഷി നടത്തിയാലും അവസാനം ഒരു ഫ്രൂട്ട് കിട്ടണം നമുക്ക്. നാം ദൈവത്തിൻ്റെ കൃഷിയാണ്. ഡെക്ലറേഷൻ നോക്കുക, ദ സ്പിരിറ്റ് പ്രൊഡ്യൂസസ് ഹിസ് ഫ്രൂട്ട് ഇൻ മീ ടുഡേ. ഇന്ന് ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് തൻ്റെ ഫലം എന്നിൽ ഉളവാക്കുന്നു. മൈ ക്യാരക്ടർ റിഫ്ലെക്ട്സ് ക്രൈസ്റ്റ് ഇൻ എവ്രി ആക്ഷൻ. എൻ്റെ ഓരോ പ്രവൃത്തിയിലും ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് വായിക്കണം, ടിക്ക് ചെയ്യണം. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ച് 4 കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ ഡയറിയിൽ ആ പേജിൽ മുകളിൽ എഴുതുക, ഗോഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഫ്രൂട്ട് ദാൻ ഗിഫ്റ്റ്സ്. വരങ്ങളെക്കാൾ ഫലത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ തൽപരനാണ് ദൈവം. അല്ലെങ്കിൽ ദൈവം വരങ്ങളെക്കാൾ ഫലത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം ദൈവത്തിന് ഫലത്തോടാണ്, വരങ്ങളോടല്ല. 2 ആവശ്യമാണ്, ഒന്നും നമുക്ക് കളയാനില്ല. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികളായി, ബോണഗിനായി രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക് പുതിയ നിയമത്തിൽ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഫലത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ്സ് പ്ലൂറലാണ്, ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രൂട്ട്സ് എന്നല്ല, ഫലങ്ങൾ എന്നല്ല, ഫലം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗിഫ്റ്റ്സ് ഡെമോൺസ്ട്രേറ്റ് ദ സ്പിരിറ്റ്സ് പവർ. വരങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാണ്. ഫ്രൂട്ട് ഡെമോൺസ്ട്രേറ്റ്സ് ദ സ്പിരിറ്റ്സ് ക്യാരക്ടർ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്നതാണ് ഫലം. ഒന്നുകൂടി പറയാം, വരങ്ങളുണ്ട്, ഫലമുണ്ട്. വരങ്ങൾ കാണിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാണെങ്കിൽ ഫലം കാണിക്കുന്നത് ആത്മാവിൻ്റെ സ്വഭാവത്തെയാണ്. ആത്മാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ക്വാളിറ്റീസിനെയാണ് കാണിക്കുന്നത്. സോ എ ബിലീവർ മേ മിനിസ്റ്റർ ഇഫക്റ്റീവ്ലി യെറ്റ് സ്റ്റിൽ നീഡ് ഗ്രോത്ത് ഇൻ ക്യാരക്ടർ. ഒരു വിശ്വാസി വളരെ പവർഫുള്ളായി ഇഫക്റ്റീവായിട്ടൊക്കെ ശുശ്രൂഷിക്കുമായിരിക്കാം, പക്ഷേ അത് മാത്രം പോരാ, ക്രിസ്തുവിനെ പോലുള്ള സ്വഭാവത്തിലും വളരേണ്ടത് ആവശ്യമുണ്ട്. മത്തായി 7:16 ബൈ ദെയർ ഫ്രൂട്ട് യു വിൽ റെക്കഗ്നൈസ് ദം. അവയെ അവയുടെ ഫലത്താൽ നിങ്ങൾ തിരിച്ചറിയും. 2 തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. നല്ല വൃക്ഷമുണ്ട്, ചീത്ത വൃക്ഷമുണ്ട്. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു, ചീത്ത വൃക്ഷങ്ങൾ ചീത്ത ഫലം കായ്ക്കുന്നു. സിമ്പിൾ ലോജിക്. എന്നിട്ട് കർത്താവ് പറയാ, അവരെ അവരുടെ ഫലം കൊണ്ടറിയാം. കള്ളപ്രവാചകനാണോ നല്ല പ്രവാചകനാണോ ദൈവത്തിൻ്റെ പ്രവാചകനാണോ, ഫലം കൊണ്ടറിയാം. യോഹന്നാൻ 15:8 ദിസ് ഈസ് ടു മൈ ഫാദേഴ്സ് ഗ്ലോറി ദാറ്റ് യു ബെയർ മച്ച് ഫ്രൂട്ട്. പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി എത്ര നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടത്. പിതാവ് മഹത്വപ്പെടണമെങ്കിൽ അധികം ഫലം കായ്ക്കണം. കൊലോസ്യ ലേഖനം 1:10 ബെയറിംഗ് ഫ്രൂട്ട് ഇൻ എവ്രി ഗുഡ് വർക്ക്. സകല സൽപ്രവൃത്തികളാലും ഫലം കായ്ക്കണം. അപ്പോൾ ഇതെന്തായിട്ടാണ് പുറത്തേക്ക് വരേണ്ടത്? സൽപ്രവൃത്തികളായിട്ട് വേണം പുറത്തേക്ക് വരാൻ. സോ ഗോഡ്സ് അൾട്ടിമേറ്റ് ഗോൾ ഈസ് നോട്ട് മിയർലി വാട്ട് വി ഡു ഫോർ ഹിം ബട്ട് ഹൂ വി ബിക്കം ഇൻ ഹിം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നാം എന്തെല്ലാം അവന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനേക്കാൾ നാം അവനിൽ എന്തായിത്തീരുന്നു എന്നുള്ളതാണ്.
നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളെ വിളിക്കുന്ന ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഒരു വലിയ ദേവദാസൻ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്, വി ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നോട്ട് ഹ്യൂമൻ ഡൂയിങ്സ്. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെ പറയുന്നത് എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, എന്തായിരിക്കുന്നു. ബി എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ നീ മനുഷ്യനായിരിക്കുക. മനുഷ്യത്വം ഉണ്ടാകണോ? മനുഷ്യത്വം ഇല്ലാതെ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ക്രിസ്തുവിൽ എന്തായിത്തീരുന്നു എന്നുള്ളത് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയേക്കാൾ വലുതാണ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ കൃപാവരങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിലൂടെയാണ് നാം മറ്റുള്ളവരെ നേടേണ്ടത്, അതിലൂടെയാണ് സോൾ വിന്നിങ് നടക്കേണ്ടത്, അതിലൂടെയാണ് ആത്മീയ വർധനം നടക്കേണ്ടത്, അതിലൂടെയാണ് സഭാപണി നടക്കേണ്ടത്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ അതിനേക്കാൾ അതിൻ്റെ ആധാരമായ, അടിസ്ഥാനമായ, അതിൻ്റെ ബേസിക് സ്റ്റഫ് എന്ന് പറയുന്നത് ക്യാരക്ടറായിരിക്കണം, ഫലമായിരിക്കണം എന്നാണ് ഈ പറയുന്നത്. ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ വലിപ്പം കണ്ടാൽ, അതിൻ്റെ തടിയും ബ്രാഞ്ചുകളും അതിൻ്റെ ഇത്ര അടി ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ജൈജാന്റിക് ഒരു ട്രീയെ കണ്ടാൽ എല്ലാവർക്കും ഒരു ഇമ്പ്രഷൻ ഉണ്ടാകും അതിൻ്റെ ഇമേജ് കണ്ടിട്ട്. പക്ഷേ ശരിക്കും ആ വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നതിൻ്റെ ഫ്രൂട്ടിലാണ്. ഇതെല്ലാമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, പക്ഷെ ഒരു ഫ്രൂട്ടും ഇല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം പാഴാക്കുന്നു എന്ന് വേദപുസ്തകത്തിലുണ്ട്. ഇതിങ്ങനെ വളർന്നിട്ട് എന്താ കാര്യം? എല്ലാ വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്തിട്ട് ഇത് നട്ടയാൾക്ക് ഒരു ഫലവും കൊടുക്കുന്നില്ലെങ്കിൽ ആ നട്ടയാൾ പറയാം അതങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. അതിനെക്കുറിച്ച് ഉപമ പറയുന്നുണ്ട്. പല പ്രാവശ്യം വെട്ടിക്കളയാൻ പറയുന്നു. ഒരു വർഷം കൂടി നിൽക്കട്ടെ, ഒരു വർഷം കൂടി നിൽക്കട്ടെ, ഒരു വർഷം കൂടി നിൽക്കട്ടെ. ഇങ്ങനെ നീട്ടി നീട്ടി ഈ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കുന്നത് കാണാം. ഗ്രേസ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാണാം. നമ്പർ 2, ഫ്രൂട്ട് ഈസ് പ്രൊഡ്യൂസ് ത്രൂ അബൈഡിങ് നോട്ട് സ്ട്രൈവിങ്. ഫലം പുറപ്പെടുന്നത് വസിക്കുന്നതിലൂടെയാണ്, പോരാടുന്നതിലൂടെയല്ല. ഫലം പുറപ്പെട്ടു വരുന്നത് ഭയങ്കരമായി പോരാട്ടം കഴിക്കുന്നതിലൂടെയല്ല, വസിക്കുന്നതിലൂടെയാണ്, അത് വാസത്തിലൂടെയാണ്. ഫ്രൂട്ട് ഡസ് നോട്ട് അപ്പിയർ ബിക്കോസ് ദ ബ്രാഞ്ച് സ്ട്രഗിൾസ് ഹാർഡർ. ഒരു വൃക്ഷത്തിൻ്റെ ഓരോ കൊമ്പുകളും അതിഭയങ്കരമായി ഫൈറ്റ് ചെയ്തല്ല ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ബിക്കോസ് ദ ബ്രാഞ്ച് റിമെയിൻസ് കണക്റ്റഡ് ടു ദ വൈൻ. ഒരു മുന്തിരിവള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷം, അതിൻ്റെ കൊമ്പ് അതിൽ വസിക്കുമ്പോഴാണ് ഫ്രൂട്ട് പുറത്തേക്ക് വരുന്നത്, അല്ലാതെ ഫൈറ്റ് ചെയ്യുമ്പോഴല്ല. യോഹന്നാൻ 15:4-5 വചനങ്ങൾ വായിക്കുന്നു. റിമെയിൻ ഇൻ മീ ആൻഡ് യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. എന്നിൽ വസിച്ചാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും എന്നെഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 92:13-14 വായിക്കുമ്പോൾ പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ദേ വിൽ സ്റ്റിൽ ബെയർ ഫ്രൂട്ട് ഇൻ ഓൾഡ് ഏജ്. അവൻ്റെ പ്രാകാരങ്ങൾ നടുതലകളായവർ അഥവാ പ്രാകാരങ്ങൾ നട്ടിരിക്കുന്നവർ ധാരാളം ഫലം കായ്ക്കും. എന്ന് വെച്ചാൽ വാർദ്ധക്യത്തിൽ പോലും അവർ ഫലം കായ്ക്കും. അത് വലിയൊരു ആത്മീയ മർമ്മമാണ്, ഒത്തിരി വിശ്വാസികൾക്ക് അറിയില്ല. ഒരു കൂട്ടായ്മയിൽ സ്ഥിരപ്പെട്ട് പ്ലാന്റഡായിട്ട് നട്ടവൃക്ഷം പോലെ, പിതാവ് നട്ടവൃക്ഷമായി നിലനിൽക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നത്. ഞാൻ സാധാരണ ഞായറാഴ്ചകളിൽ ശുശ്രൂഷയ്ക്ക് ശേഷം, സഭാരാധനയ്ക്ക് ശേഷം നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിലാണെങ്കിൽ അവിടുത്തെ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു കസേരയിട്ടിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പതിവുണ്ട്. ഒത്തിരി പേരിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, എവിടെ നിന്നാണ് വരുന്നത്, എല്ലാ ആഴ്ചയിലും വരുന്നുണ്ടോ, ആദ്യമായിട്ട് വരികയാണോ, എത്ര നാളായി വരുന്നത്, ഞാൻ ചോദിക്കും ക്യാഷിലോ. ചിലർ പറയും ഞാൻ 20 വർഷമായിട്ട് ഇവിടെ വരും, പക്ഷെ എനിക്ക് അത്രയും പരിചയം തോന്നുന്നില്ലല്ലോ. അത് 20 വർഷത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. പറഞ്ഞു വരുന്നത് 20 വർഷത്തിന് മുമ്പ് ഒന്ന് വന്ന് പോയതാണ്. പിന്നെ ഭയങ്കര പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഒന്ന് വന്നു, അതിനൊരു ആശ്വാസം കിട്ടി, പോയി. പിന്നെയും വലിയൊരു പ്രശ്നം വീട്ടിലുണ്ടായി, സാമ്പത്തിക പ്രശ്നം, ജപ്തിയൊക്കെ വന്നപ്പോൾ ഒന്ന് വന്നു, പ്രാർത്ഥിച്ചു, ബ്രദർ പ്രാർത്ഥിച്ചു, നമുക്ക് വിടുതൽ കിട്ടി, ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ വല്ലപ്പോഴൊക്കെ ആയിട്ട് വന്ന കാര്യം പറയുന്നത്. 20 വർഷമായിട്ട് വരുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ, 20 വർഷമായിട്ട് വരുന്നൊരു വിശ്വാസിയാണ്. പക്ഷേ നടുതലയല്ല, നട്ടവൃക്ഷമല്ല, നട്ടതുപോലെ നിൽക്കുന്നില്ല. ഒരു സഹോദരി വന്നു, പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി, ഭയങ്കര വിഷയമാണ്, പ്രാർത്ഥിച്ചിട്ട് പോയി.
അതിനുശേഷം കുറേ നാൾ ആളെ കാണുന്നില്ല. അപ്പം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ശുശ്രൂഷകൻ പിന്നീട് ആ സഹോദരിയെ കണ്ടപ്പോൾ ചോദിച്ചു, ജസ്റ്റ് അന്ന് ഒന്നുമില്ലേ ദൈവം വലിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച്, പിന്നെ കണ്ടില്ലല്ലോ. അതിനുശേഷം പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ പലരും കാണുന്നത് ചർച്ച് അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത് വലിയ പ്രശ്നം വരുമ്പോൾ ചെന്നൊന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടാനുള്ളൊരു സ്ഥലമാണ് എന്ന് ചിന്തിക്കുന്ന രീതി. കോടതിയിൽ നമ്മളെല്ലാം എപ്പോഴും പോകാറുണ്ട്. ഒരു കേസ് വന്നാലല്ലേ കോടതി പോകേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും എല്ലാ ദിവസവും കയറി ഒപ്പിടേണ്ട ആവശ്യമുണ്ട് നോർമലി. അതുപോലെ വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കയറി ഒപ്പിടേണ്ടി വരും പ്രതികളാണെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഐസിൽ പോലും അങ്ങോട്ട് പോകേണ്ട ആവശ്യം, ആ കേസില്ല, ഒരു പെറ്റീഷനില്ല, നമ്മൾ പോകുന്നേ ഇല്ല അങ്ങോട്ട്. ഒരു സഭ എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനോ കോർട്ടോ ഒരു ആശുപത്രിയിൽ എല്ലാ ദിവസവും നമ്മൾ പോകുന്നുണ്ട്. ഒരു രോഗം വരുമ്പോഴല്ലേ പോകുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ പോലെയോ ഹോസ്പിറ്റൽ പോലെയോ കോടതി പോലെയോ കാണേണ്ട ഒരു സ്ഥലമല്ല സഭ. ഇവിടെ പറയുന്നത് കേൾക്കൂ, 92-ാം സങ്കീർത്തനം 13-14, പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, അവൻ്റെ ആലയത്തിൽ നട്ടവരായി. നടുതല എന്നർത്ഥം പ്ലാന്റഡ്, അവിടെ നട്ട് വേരിറങ്ങി. അവരാണ് ദേ വിൽ സ്റ്റിൽ ബെയർ ഫ്രൂട്ട് ഇൻ ഓൾഡ് ഏജ്. അവർ വാർദ്ധക്യത്തിൽ പോലും ഫലം കഴിക്കും. പലരിലും ആത്മാവിൻ്റെ ഫലമില്ല, കാരണം നട്ടിട്ടില്ല, ഓടി നടക്കും. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുക, ഈ ബ്ലെസ്സിങ് ടുഡേ ഇന്ന് കാണുന്നെങ്കിൽ, ഈ മോർണിംഗ് ഗ്ലോറി കാണുന്നെങ്കിൽ ഉറയ്ക്കുക കൂട്ടായ്മയിൽ. ബ്ലെസ്സിങ് ടുഡേയിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഇവിടെ രക്ഷിക്കപ്പെട്ട് ഇവിടെ ദൈവം ആക്കി വെച്ച ഒരു വിശ്വാസിയോ കുടുംബവുമാണ് നിങ്ങളെങ്കിൽ സ്ഥിരപ്പെട്ട് വരിക. ഇനി നിങ്ങൾ വേറെ ചർച്ചിലാണ് പോകുന്നത്, അവിടെ സ്ഥിരമായിട്ട് പൊക്കോ. ബി പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. യിരെമ്യാവിൻ്റെ പുസ്തകം 17:8 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ലീവ്സ് ആർ ഓൾവേസ് ഗ്രീൻ ആൻഡ് ഇറ്റ് നെവർ ഫെയിൽസ് ടു ബെയർ ഫ്രൂട്ട്. അതിൻ്റെ ഇലകൾ പച്ചയാകുന്നു, അതൊരിക്കലും ഫലമില്ലാതാകുന്നില്ല. The secret of fruitfulness is fellowship with Christ. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ് ഫലം പുറപ്പെടുന്നതിൻ്റെ രഹസ്യം. എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മിൽ ആത്മാവിൻ്റെ ഫലം ഉണ്ടാകുകയുള്ളൂ. അഥവാ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൂട്ടായ്മയ്ക്കകത്ത് വരേണ്ടത്. മനുഷ്യരോടുള്ള കൂട്ടായ്മ അഥവാ വിശ്വാസികളോടുള്ള കൂട്ടായ്മ. മൂന്നാമത്തേത്, ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ക്രൈസ്റ്റ് ക്യാരക്ടർ ഇൻ us. ഇവിടെ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിലുള്ള സ്വഭാവമാണ്. ഇവിടെ നേരത്തെ നമ്മൾ വായിച്ചു ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫ്രൂട്ട്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ എന്നൊക്കെ പറയും. നമ്മൾ വായിച്ചല്ലോ സ്നേഹം, സന്തോഷം, സമാധാനം. അതെല്ലാം സാധാരണ മനുഷ്യരിൽ സ്വതവേ ഉണ്ടാകുന്നതല്ല. Virtues from the Lord Jesus, കർത്താവിലുള്ള ഫലമാണ്, അവൻ്റെ നേച്ചറാണത്. സോ ദേ ആർ ക്വാളിറ്റീസ് ഓഫ് ക്രൈസ്റ്റ് റീപ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഇൻ us. ക്രിസ്തുവിലുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, വീണ്ടും അതിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വരുന്നതാണ് ഈ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. റോമാലേഖനം 8:29 വായിച്ചാൽ കൺഫോംഡ് ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ എന്നവിടെ എഴുതിയിട്ടുണ്ട്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. 2 കൊരിന്ത്യർ 3:18 വായിച്ചു നോക്കി. ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹിസ് ഇമേജ്, അവൻ്റെ സ്വരൂപത്തിലോട് അനുരൂപമാകുന്നു. എഫെസ്യ ലേഖനം 4:24 വായിച്ചു നോക്കുക. പുട്ട് ഓൺ ദ ന്യൂ സെൽഫ് ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ഗോഡ്. ദൈവത്തെ പോലെയാകാൻ വേണ്ടി ഒരു പുതിയ രൂപം, ഒരു പുതിയ മനുഷ്യനെ നാം ധരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതാ കാണുന്നത്. ഇതുപോലെ ക്രിസ്തുവിനെ നമ്മിൽ കാണത്തക്ക രീതിയിൽ. This Spirit, Holy Spirit, is not trying to make us better versions of ourselves. Instead, He is forming Christ within us. ഇന്നലെകളിലെ നമ്മൾ ആരായിരുന്നു, അല്ലെങ്കിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരായിരുന്നു, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല നമ്മുടെ തന്നെ ഒരു വേർഷൻ ഉണ്ടാക്കുക.
നമ്മുടെ ഒരു പതിപ്പിറക്കുക എന്നുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പരിഷ്കരിച്ച പുതിയ പതിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വോളിയൂംസൊക്കെ ഇറക്കാറുണ്ട്, റിവൈസ്ഡ് വേർഷൻ. അതല്ല പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം, മറിച്ച് ക്രിസ്തുവിൻ്റെ ഒരു പതിപ്പാക്കി, എ വേർഷൻ ഓഫ് ക്രൈസ്റ്റ്, എ ന്യൂ വേർഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ആധുനിക തലമുറയിലെ ഇന്നത്തെ ഒരു പതിപ്പാക്കി നമ്മെ മാറ്റുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം. അത് ഫോം ചെയ്ത് വരാനാണ് ഈ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ നമ്മുടെ അകത്ത് പകരുന്നത്. മിക്കവാറും പല പ്രോഡക്റ്റുകൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും വാങ്ങുമ്പോൾ അതുണ്ടാക്കുന്നതിന് മുമ്പ് അതിനൊരു മോൾഡ് ഉണ്ടായിരിക്കും. മോൾഡ് എന്ന് പറഞ്ഞാൽ അച്ച്. ഈ അച്ചിനകത്ത് ഇപ്പം മെറ്റൽ കൊണ്ടുള്ളൊരു സാധനമാണെങ്കിൽ സാധാരണ ചെയ്ത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും മെറ്റീരിയലാണെങ്കിലും സാധാരണ ചെയ്യുന്നതിനൊരു മോൾഡ് ഉണ്ടായിരിക്കും. ആ മോൾഡിലേക്ക് മോൾട്ടൺ മെറ്റീരിയൽ അത് ഉരുക്കി ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ഫോമിലുള്ള അതിൻ്റെ ഒഴിച്ചു വയ്ക്കും. അതിനുശേഷം ഈ മോൾഡ് അവിടെ കൂൾ ചെയ്യാൻ വേണ്ടി വിടും. അത് തണുത്ത് കഴിയുമ്പോൾ മോൾഡിൻ്റെ ഷേപ്പ് എന്താണോ, അച്ചിൻ്റെ ഷേപ്പ് എന്താണോ, അതുപോലെ തന്നെ അച്ചങ്ങെടുത്ത് കഴിയുമ്പോഴേക്കും അതേ ഷേപ്പിൽ ഒരു രൂപം നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മളെ മോൾഡ് ചെയ്യാൻ, അച്ചിനകത്തിട്ട് വാർത്തെടുക്കാൻ, ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റാൻ, അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നിട്ട് അവൻ്റെ സ്വഭാവം നമ്മിൽ പകരുന്നത്. നമ്പർ 4, ഫ്രൂട്ട് ഡെവലപ്സ് ഗ്രാജുവലി ത്രൂ സീസൺസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ പല പല കാലഘട്ടങ്ങളിലൂടെ പോയി വളരെ സാവധാനം മാത്രമേ ഫലം വികസിച്ചു വരികയുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഫലം ഉളവാകുന്നത് അതിഭയങ്കരമായി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ല, ഉപവസിക്കുമ്പോഴല്ല. നിരവധി ജീവിതത്തിൻ്റെ സീസണുകളിലൂടെ പോയി. ചില സമയത്ത് കണ്ണുനീരിൻ്റെ താഴ്വരകൾ, ചില സമയത്ത് കഷ്ടതയുടെ തീച്ചൂട, ചില സമയത്ത് വെള്ളത്തിലൂടെ പോകുന്നു, ചില സമയത്ത് ശത്രുക്കളുടെ മധ്യത്തിൽ, ചില സമയത്ത് നേരം വിളക്കുമോ എന്നറിയില്ല. ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ അകത്തൂടെയൊക്കെ, കഷ്ടതയിലൂടെ ഒക്കെ പോയേക്കാം. ഇതിലെല്ലാം ഈ ആത്മാവിൻ്റെ ഫലം ഉളവാകാനുള്ള, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യമാണ് പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നത്. അത് വിവാഹ ജീവിതത്തിനകത്ത് നടക്കും, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നടക്കും, അല്ലെങ്കിൽ മുതിർന്നവർക്ക് വിധേയപ്പെട്ടിരിക്കുമ്പോൾ നടക്കും, സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകർക്ക് കീഴ്പ്പെടുമ്പോൾ നടക്കും. ഞാൻ കണ്ടിട്ടുള്ള ഒരു പച്ചയായ ഒരു പരമാർത്ഥതയുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം വായിക്കുമ്പോൾ മാസിഡോണിയയിലെ സഭകളെക്കുറിച്ച് പൗലോസ് പറയുന്ന വൗച്ച് ചെയ്യുന്നൊരു ക്വാളിറ്റി അതിതാണ്. മാസിഡോണിയയിലെ സഭകൾ, മക്കദോന്യ അല്ലെങ്കിൽ മാസിഡോണിയ, ഗ്രീസിൻ്റെ ആ ഭാഗത്തേക്കുള്ള അന്നത്തെ കാലത്തെ സഭകളിൽ സംഭവിച്ചൊരുന്ന് വെച്ചാൽ കൊടും ദാരിദ്ര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവർ ചെയ്തത് അവരവരെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു. അതിനുശേഷം അവരെ തന്നെ ശുശ്രൂഷകർക്ക് സമർപ്പിച്ചു. അപ്പോസ്തലന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങൾ എന്തു പറയുന്നത് ഞങ്ങൾ കേട്ടോളാം. എന്നോട് പലരും എന്ന് പറയുന്നുണ്ട്, പാസ്റ്റർ എന്താ പറയുന്നത്, ബ്രദർ എന്തു പറയുന്നു, അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ദൈവത്തിലനുസരിക്കാം, അതല്ലാതെ മറ്റൊരർത്ഥത്തിലല്ല ഈ പറയുന്നത്. സോ ഇങ്ങനെയുള്ള സീസണുകളിലാണ് ഫലമുളവായി വരുന്നത്, അല്ലാതെ ഒരു ഉണർവ് യോഗത്തിൽ പെട്ടെന്ന് വിറയ്ക്കുമ്പോഴല്ല, താഴെ വീഴുമ്പോഴല്ല. ഗ്രോത്ത് റിക്വയർസ് ടൈം. നമ്മളൊക്കെ എങ്ങനെ വളർന്നത്? അമ്മയുടെ ഉദരത്തിലൊരു ഫീറ്റസ് ആയിരുന്നു നമ്മൾ. ഇന്നിങ്ങനെയൊക്കെ വലിയ ആളുകളായി, വളർന്നു, കുട്ടിയായി, യുവാവായി, അല്ലേ? അഡൾട്ട്ഹുഡിലേക്ക് കടക്കുന്നു, അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നു. അപ്പോൾ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. സമയം, ദെൻ പ്രൂണിങ് ആവശ്യമാണ്, എന്ന് വെച്ചാൽ ചെത്തി വെടിപ്പാക്കും. കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകാനാണ് ചെത്തി വെടിപ്പാക്കുന്ന യോഹന്നാൻ 15 പറഞ്ഞിട്ടുണ്ട്. വെതർ ആവശ്യമാണ്. ചില നല്ല കാലാവസ്ഥയിൽ മാത്രമേ, സീസണൽ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ, ആ കാലാവസ്ഥ അനുയോജ്യമായി വരുമ്പോഴാണ്, വെതർ കറക്റ്റ് ആകുമ്പോഴാണ് ശരിയായ ജ്യൂസിയായ നല്ല ഫ്രൂട്ട് വരുന്നത്. സീസൺസ് ആവശ്യമാണ്, പേഷ്യൻസ് ആവശ്യമാണ്, ദീർഘക്ഷമ വേണം. ഇതെല്ലാം കൂടി വരുമ്പോൾ മാത്രമാണ് ഫ്രൂട്ട് പാകപ്പെട്ട് വരുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5:7
See how the farmer waits for the land to yield its valuable crop. ഭൂമി കൃഷിക്കാരന് ശരിയായ വിളവ് നൽകുവാൻ വേണ്ടി ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു. എബ്രായലേഖനം 12:11 ലേറ്റർ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹാർവസ്റ്റ് ഓഫ് റൈച്ചസ്നസ്. പിന്നീട് എന്ന് വെച്ചാൽ ടൈമുണ്ട്, സമയമെടുക്കും, അത് നീതിയുടെ വിളവ് നൽകും. സഭാപ്രസംഗി 3:1 there is a time for everything. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഫലം പുറപ്പെട്ട് വന്ന് നിലനിൽക്കാൻ ഒരു സമയമുണ്ട്. പറഞ്ഞു വരുന്നത്, പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നൊരു സാധനമാണ് നിരാശ. എൻ്റെ കർത്താവ് ഇത്രയും കാലമായിട്ട് എന്താണ് എൻ്റെ അവസ്ഥ? എൻ്റെ കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ച്, ഇത്ര ഉപവസിച്ചിട്ട്, നൈറ്റ് പ്രേയറിൽ പോയിട്ട്, ഉണർവയോഗത്തിൽ പോയിട്ട്, കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ? എൻ്റെ കർത്താവ്, ഈ നിരാശയാണ് പലപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്ത് റീപ്ലേ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൃഷിക്കാരൻ വളരെ ദീർഘക്ഷമയോടുകൂടി, നമ്മളാണ് അവൻ്റെ കൃഷി, നമ്മളെ ചെത്തിവെടിപ്പാക്കും, അതിനൊക്കെ ദീർഘക്ഷമ ആവശ്യമാണ്, കീഴ്വഴക്കം ആവശ്യമാണ്, വിധേയത്വം ആവശ്യമാണ്, ഈൽഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷെ ഞാൻ പറയുവാണ്, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയാം, നിങ്ങളിന്ന് ആയിരിക്കുന്ന സിറ്റുവേഷൻ ദൈവം അറിയാതെ അല്ല. മാത്രമല്ല, ഇതിനു മുമ്പ് നിങ്ങൾ പോയ പാതകൾ, കണ്ണുനീരിൻ്റെ ട്രാക്കുകൾ, കണ്ണുനീരിൽ കുതിർന്ന താളുകൾ, ജീവിതത്തിൻ്റെ ഏടുകൾ, ചാപ്റ്ററുകൾ, ഇരുണ്ട കാലഘട്ടങ്ങൾ, തുരങ്കത്തിലൂടെ പോയതുപോലുള്ള അവസ്ഥകൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ദൈവം നിങ്ങളിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി ദൈവം കൂടി വ്യാപരിപ്പിക്കും. വിശ്വസിക്കാമെങ്കിൽ താങ്ക് യു ജീസസ്, അത് വിശ്വസിച്ചോട് താങ്ക് യു ജീസസ് ടൈപ്പ് ചെയ്തിടുക. കൈനീട്ടാമോ? കർത്താവ് ഇന്ന് വചനം കേട്ട എല്ലാവർക്കുമായി പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യും. പരിശുദ്ധാത്മാവ് വളരെ 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 ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് എല്ലാവരും ഉളവാക്കണമേ, ഞങ്ങളിൽ ഉളവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ജീവിതത്തിൽ പല വിഷയങ്ങളിൽ പ്രയാസപ്പെട്ടിരിക്കുന്നവർ, നിങ്ങളുടെ ദുഃഖമാകാം, രോഗമാകാം, നിരാശയാകാം, മരണചിന്തകളാകാം, പാതാള വേദനകൾ എന്നെ പിടിച്ചു എന്ന് പറയുന്ന പോലെയുള്ള വിഷയങ്ങളാകാം, കർത്താവ് എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശ്വാസമുണ്ടാകട്ടെ, ആന്തരികമായൊരു വലിയ ഹീലിംഗ് നടക്കട്ടെ. പരിശുദ്ധാത്മാവിൽ പ്രേരിപ്പിക്കപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയും, ഇന്ന് നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിലും നാളെ ഇങ്ങനെ അവസ്ഥയിലിരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുമായി നിങ്ങൾ പുറത്തു വരും. എഴുതി വെച്ചു. ബ്ലസ് ചെയ്യുന്നു. എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോവർ ആബ്ഡമിൻ, കീഴ്വയറിൻ്റെ ആ ഭാഗത്ത് കഴിഞ്ഞ ചില ദിവസങ്ങളായി പെയിൻ അനുഭവിക്കുന്ന ആരെ കർത്താവ് സൗഖ്യമാക്കിയാണ് ഇൻ ജീസസ് നെയിം. അതുപോലെ മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വലിയൊരു ബ്രേക്ക് ത്രൂ ഒന്ന് കൊടുക്കണമേ. ജോയിൻ്റ് പെയിൻ അനുഭവിക്കുന്നവർ, ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ടാകട്ടെ. അതിൽ തന്നെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ആരോ, ഭയങ്കരമായി ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ആരോ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ സൗഖ്യമായി എഴുന്നേറ്റ് പോട്ടെ. ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് ചില ഹീലിംഗ് ഏഞ്ചൽസ് ഇറങ്ങി വിടുവിക്കുന്നതിനായി നന്ദി. കർത്താവിനെ ചെയ്തതിനായി നന്ദി അപ്പ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത്, ഇതുവരെ എഴുതിയതും ടൈപ്പ് ചെയ്തൊക്കെ ഒന്ന് അതിലേക്ക് ടൈപ്പ് ചെയ്ത് ഇടുക. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.